പാലക്കാട് കുത്തനടി ജനവാസ മേഖലയിൽ കൂട്ടം തെറ്റിയ കുട്ടിയാനയുടെ പരിചരണം തുടരുന്നു. ധോണിയിലെ വനംവകുപ്പ് കേന്ദ്രത്തിലാണ് ആനയുള്ളത്. കുട്ടിയാനയെ തിരികെ കാട്ടിലേക്ക് വിടണമെന്ന് തന്നെയാണ് ലക്ഷ്യമെന്നും എന്നാൽ ആനയുടെ അതിജീവനം പരിഗണിച്ചു മാത്രമേ തീരുമാനമെടുക്കുകയുള്ളൂവെന്നും വനംവകുപ്പ് അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം നവംബറിലാണ് കുത്തനടി ജനവാസ മേഖലയിൽ കൂട്ടം തെറ്റി കുട്ടിയാന എത്തിയത്. അമ്മയാന എത്താതായതോടെ വനംവകുപ്പിന്റെ ധോണിയിലെ കേന്ദ്രത്തിലേക്ക് ആനയെ മാറ്റി. രോഗബാധ ഉണ്ടായിരുന്ന ആനയ്ക്ക് ചികിത്സയും നൽകി വന്നിരുന്നു. 4 മാസങ്ങൾക്കിപ്പുറം കുട്ടിയാന ആരോഗ്യം വീണ്ടെടുത്ത് ഉഷാറാണ്. ശൈശവ അവസ്ഥ ഇപ്പോഴും മാറിയിട്ടില്ലാത്തതിനാൽ പാല് തന്നെയാണ് നൽകുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ തന്നെയാണ് ആനയെ പാർപ്പിക്കുന്നത്. ഇടയ്ക്ക് കൂട്ടിന് പുറത്തിറക്കി നടത്താറുണ്ട്. കുട്ടിയാനയെ തിരികെ കാട്ടിലേക്ക് വിടണമെന്ന് തന്നെയാണ് ലക്ഷ്യമെന്നും എന്നാൽ ആനയുടെ അതിജീവനം പരിഗണിച്ച് മാത്രമേ തീരുമാനമെടുക്കൂവെന്നും ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ പറഞ്ഞു. ഹെൽത്ത് കണ്ടീഷൻ കുട്ടിയാനയുടെ വളരെ ഹെൽത്തിയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ എപ്പോഴും പാലും അങ്ങനത്തെ ഭക്ഷണങ്ങൾ ലിക്വിഡ് ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത്. പുല്ല് കഴിക്കാൻ തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. സെൻസിറ്റീവാണ്. പക്ഷേ ദറ്റ് ഇസ് ഐ മീൻ ടു സേ ദറ്റ് ഇപ്പോഴും ആ ജുവനൈൽ സ്റ്റേജ് മാറിയിട്ടില്ല ആനയ്ക്ക്. ദറ്റ് ബേസിക്കലി വനംവകുപ്പിനെ നമ്മൾ പിടിച്ചെടുത്ത എല്ലാ മൃഗങ്ങളെയും തിരിച്ച് കാട്ടിലേക്ക് വിടാൻ തന്നെയാണ് നമ്മളുടെ ബേസിക് ലക്ഷ്യം. പക്ഷെ അത് എത്രത്തോളം ആ മൃഗത്തിന് അത് സാധിക്കും, അവർ കാട്ടിലേക്ക് തിരിച്ചു വിടുമ്പോൾ അതിജീവിക്കുന്നുള്ള ഒരു കാര്യം കൂടിയും പരിഗണിച്ചിട്ടാണ് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ധോണിയിൽ പരിചരണത്തിലുള്ള PT7 പാപ്പാൻ മാധവന്റെ അമ്മ ശാന്തിയാണ് കുട്ടിയാനയുടെ കാര്യങ്ങൾ നോക്കുന്നത്. ആനക്കുട്ടിക്ക് സ്വന്തം അമ്മയായി മാറിയ ശാന്തിയുടെ വാർത്തയും നേരത്തെ ശ്രദ്ധേയമായിരുന്നു. അമൃത ന്യൂസ്, പാലക്കാട്.